ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഇന്ന് ആരംഭിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഇതുവരെ ഒരു രാജ്യവും സ്വീകരിച്ചിട്ടില്ലാത്ത ഏറ്റവും കടുത്ത സാമ്പത്തിക നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇറാനെതിരായ ഉപരോധങ്ങൾ മറികടക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കടുത്ത സാമ്പത്തിക ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഒരു കരാറിലെത്താൻ അമേരിക്ക ഇതുവരെ നൽകിയ അവസരങ്ങൾ ഇറാൻ ഉപയോഗിച്ചിട്ടില്ലെന്നും ട്രംപ് ആരോപിച്ചു. ഏപ്രിൽ മാസം മുതൽ തന്നെ ട്രംപ് ഭരണകൂടം ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂരി എന്ന പേരിൽ ഇറാന്റെ ആഗോള സാമ്പത്തിക ബന്ധങ്ങളും വരുമാന മാർഗങ്ങളും തടയാനുള്ള സമ്മർദ്ദ നടപടികൾ തുടരുകയാണ്. ഈ അവസരത്തിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി പുറത്തു വരുന്നത്. ഏതായാലും നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ത്യയെ പോലെയുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദം തന്നെയാണ് നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് ഇന്നലെയും ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. യുദ്ധം മൂലമുള്ള ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ ഇന്ത്യൻ വിപണി തുടർച്ചയായിട്ടുള്ള 7ാമത്തെ ദിവസവും നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നലെയായിരുന്നു RBIയുടെ ഭാഗത്തു നിന്നും മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വരുന്നത്. ഒരു ഹോക്കിഷ്നെസ്സിൻ്റെ ടോൺ തന്നെയാണ് നമുക്ക് MPC മീറ്റിംഗ് മിനിറ്റ്സിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിലക്കയറ്റം തുടരുകയാണെങ്കിൽ പലിശ നിരക്കിൽ മാറ്റം ആവശ്യമായി വരാം എന്ന് RBI ഗവർണർ തന്നെ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് ക്ലോസിംഗ് ഓപ്ഷൻ സമയത്തുള്ള ഒരു മാനിപ്പുലേഷൻ ഇത് ആദ്യമായി സെബി കണ്ടുപിടിച്ചിരിക്കുന്നു. 2 സ്ഥാപനങ്ങൾക്കെതിരെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി US വിപണിയിലേക്ക്. കുറച്ച് ദിവസമായിട്ട് സമ്മർദ്ദത്തിലായിരുന്ന US വിപണികൾക്ക് ഇന്നലെ ഒരു ആശ്വാസമായി. ഇന്നലെ പോസിറ്റീവിലാണ് US വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് പ്രൈസുകൾ ഇന്നലെ ലേറ്റ് നൈറ്റിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ കൂടാതെ കേരളത്തിലെ ഗോൾഡ് പ്രൈസിലേക്ക് കാണാൻ കഴിയും. നല്ല ഒരു നേട്ടമുണ്ടാവാനുള്ള സാധ്യതയാണ് ഗോൾഡ് പ്രൈസുകളിൽ കാണുന്നത്. ബിറ്റ്കോയിനും ഇന്ന് 7% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവ് ക്ലോസ് ചെയ്തതിന് ശേഷം നേട്ടത്തിൽ തന്നെയാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് ഇന്ന് 5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 126 പോയിന്റ്സ് ഉയർന്ന് 24,216 എന്ന നിലയിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 130 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് ആദ്യം കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കേണ്ടത് RBIയുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന MPC മീറ്റിംഗ് മിനിറ്റ്സിനെ കുറിച്ചാണ്. ഈ മിനിറ്റ്സിൽ പറയുന്നത് വിലക്കയറ്റം തുടർന്നു കഴിഞ്ഞാൽ പലിശ നിരക്കിൽ മാറ്റം ആവശ്യമായി വരാം എന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറയുന്നു. ഭക്ഷണം, ഇന്ധനം തുടങ്ങിയവയുടെ വലിയ തോതിലുള്ള വിലക്കയറ്റം ഒരു ആശങ്കയായി തന്നെ തുടരുകയാണ്. ഇതുകൊണ്ട് തന്നെ പലിശ നിരക്ക് ഒരുപക്ഷെ ഉയർത്തേണ്ടി വരും. ഒരുപക്ഷെ ഈ വർഷം തന്നെ ഒരു റേറ്റ് ഹൈക്കിലേക്ക് പോകേണ്ടി വരും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മീറ്റിംഗ് മിനിറ്റ്സിൽ നിന്നും പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതിയായിരുന്നു RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ പുറത്തു വന്നത്. 5.25% റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയത്. RBI ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള പൂനം ഗുപ്തയുടെ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 5.9% വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഈ വർഷം തന്നെ പലിശ നിരക്ക് ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അവർ പറയുന്നു. RBI ഒരു റേറ്റ് ഹൈക്കിലേക്ക് പോകാൻ ഇനി എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ക്രൂഡ് ഓയിൽ വിലയിലുള്ള വർധനവ് തന്നെയാണ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുമ്പോൾ അതും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ അത് ഒരുപക്ഷെ RBI റേറ്റ് ഹൈക്കിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഗ്ലോബൽ അൺസർട്ടൈനിറ്റികൾ, ഇപ്പോഴത്തെ യുദ്ധം, കൂടാതെ മൺസൂൺ മോശമാവുകയാണെങ്കിൽ, കൂടാതെ എൽനിനോ എഫക്റ്റൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അടുത്തതായി സെബി ഇത് ആദ്യമായി ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ മാനിപ്പുലേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നു. ഓഗസ്റ്റ് 13-ന് സെൻസെക്സിൻ്റെ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ സമയത്ത് 2 സ്ഥാപനങ്ങൾ വലിയ തോതിൽ തന്നെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡറുകൾ സമർപ്പിച്ചതായി സെബി പറയുന്നു. കോപ്താൽ മൗറീഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്ഥാപനത്തിനും മാൻസി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന സ്ഥാപനത്തിനുമെതിരെയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോപ്താൽ സെൻസെക്സിലെ പല ഓഹരികളിലും വലിയ ബൈ ഓർഡർ നൽകി. പിന്നീട് ഏകദേശം 98 കോടി രൂപ വില വരുന്ന ബൈ ഓർഡറുകൾ പിൻവലിക്കുകയും ചെയ്തു. മാൻസി എന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് അവർ 8 ഓഹരികളിൽ വലിയ സെൽ ഓർഡർ നൽകി.
ഇത് സെൻസെക്സിൻ്റെ വില താഴേക്ക് നീങ്ങാൻ സഹായിക്കുന്ന തരത്തിലായിരുന്നു. സമയത്ത് സെൻസെക്സ് വളരെ പെട്ടെന്നാണ് മൂവ്മെൻറ്റ് നടന്നത്. 2 സെക്കൻഡിൽ 362 പോയിൻറ്റ്സ് മൂവ്മെൻ്റ് ഉണ്ടായി. പിന്നീട് 12 സെക്കൻഡിൽ 133 പോയിൻറ്റ്സ്, 28 സെക്കൻഡിൽ 405 പോയിൻറ്റ്സിൻ്റെയൊക്കെ മൂവ്മെൻ്റാണ് CASൻ്റെ സമയത്തുണ്ടായിരുന്നത്. ഈ സമയത്ത് ഇരു സ്ഥാപനങ്ങളും നേടിയിരിക്കുന്ന ലാഭത്തിൻ്റെ കണക്കും വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കോപ്താൽ നേടിയത് 2.96 കോടി രൂപയാണ്. മാൻസി 71.65 ലക്ഷം ലാഭം നേടുകയും ചെയ്തു. ആകെ ഏകദേശം 3.68 കോടി രൂപയുടെ ലാഭമാണ് ഇരു കമ്പനികളും മാത്രം ഓഗസ്റ്റ് 13 നേടിയത്. സെബി ഇരു സ്ഥാപനങ്ങളെയും താൽക്കാലികമായി സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ കീ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നും ഇന്ന് വരുന്ന ഒരു ഡാറ്റ കോർ സെക്ടർ ഗ്രോത്ത് ഡാറ്റയാണ്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മിനിസ്റ്റേറിയൽ റൗണ്ട് ടേബിൾ ഇന്ന് നടക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റും ഇന്ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. IPO സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെംപൻസസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇന്ന് IPOയ്ക്കായിട്ട് സബ്സ്ക്രിപ്ഷനായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. സൺഷൈൻ പിക്ചേഴ്സ് ഇന്ന് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ക്ലോസ് ആകുന്നുണ്ട്. US നിന്നും വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഡാറ്റയും ഇന്ന് പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് കൂടി ഇന്ന് പുറത്തു വരുന്നത് വാൾമാർട്ടിൻ്റേതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളായിട്ട് വരുന്നത്. സ്പോട്ട് ഗോൾഡുകൾ വലിയ നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. 3.4% ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്ന് വലിയ തോതിൽ തന്നെ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. US പ്രസിഡന്റും ക്രിപ്റ്റോ കറൻസി തലവന്മാരുമായിട്ടുള്ള യോഗത്തിന് ശേഷം ഇന്നിപ്പോൾ ക്രിപ്റ്റോ കറൻസികളെല്ലാം വലിയ നേട്ടത്തിൽ തന്നെയാണ്. ബിറ്റ്കോയിൻ 7% നേട്ടത്തിൽ $69,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് സൈഡിൽ നൽകിയിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, വിവിധ തരത്തിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജികൾ എന്നിവയെല്ലാം കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം EMS എന്ന സ്റ്റോക്കാണ്. രാജസ്ഥാൻ സർക്കാരിൻ്റെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 190.86 കോടി രൂപ വില വരുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പദ്ധതിക്ക് EMS L1 ബിഡർ ആയിരിക്കുന്നു. അടുത്തത് ഹെക്സാവെയർ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. കമ്പനി സീറോ വൾണറബിലിറ്റി എന്ന പുതിയ സൈബർ സെക്യൂരിറ്റി സേവനം അവതരിപ്പിച്ചു. AI ഉപയോഗിച്ച് കണ്ടെത്തുന്ന സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. അടുത്ത രാംകോ സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. അമേരിക്കയിലെ പെം എയർ എന്ന എയർക്രാഫ്റ്റ് എഞ്ചിൻ MRO കമ്പനി രാംകോ ഏവിയേഷൻ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുത്തു. രാംകോ സിസ്റ്റംസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഡോക്ടർ ലാൽപത്ത് ലാബ്സ് എന്ന കമ്പനിയാണ്. ദുബായ് സബ്സിഡറി ആയിട്ടുള്ള ഡോക്ടർ ലാൽപത്ത് ലാബ്സ് ഉസ്ബെക്കിസ്ഥാനിൽ പുതിയ കമ്പനി തുടങ്ങി. അതിൽ 70% ഓഹരി സ്വന്തമാക്കും. മറ്റൊരു സ്റ്റോക്ക് ഓട്ടോലൈൻ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിൽ നിന്ന് ഹാച്ച് ബാക്ക് കാറുകൾക്കായി 4 പ്രധാനപ്പെട്ട കോമ്പണൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പ്രതിവർഷം ഏകദേശം 80 കോടി രൂപ അധിക വരുമാനമാണ് കമ്പനി ഇതിലൂടെ ലഭിക്കുന്നത്. ടൂളിംഗ് വഴി ഒറ്റത്തവണ 30 കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നു. അടുത്ത HDFC ലൈഫ് എന്ന കമ്പനിയാണ്. IRDA വിത പഡ്ലാർക്കറിനെ HDFC ലൈഫ് MD ആൻഡ് CEO ആയി വീണ്ടും 5 വർഷത്തേക്ക് നിയമിക്കാൻ അനുമതി നൽകി. CFO നിരജ് ഷായുടെ പുനർനിയമനത്തിനും അംഗീകാരം നൽകി. അടുത്ത ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ എന്ന കമ്പനിയാണ്. ഹുണ്ടായ് വാഹനങ്ങളുടെ വില 2026 സെപ്റ്റംബർ മുതൽ 1% ഉയരും എന്ന് കമ്പനി അറിയിച്ചു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.